ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇത് പുഴുങ്ങി തോട് കളഞ്ഞ് ഒരു ഫോർക്ക് കൊണ്ട് അവിടെ ഇവിടെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ മസാല മുട്ടയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കണം. പിന്നീട് ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നീട് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് വഴറ്റണം. ഈ സവാള ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു തക്കാളി തോല് കളഞ്ഞ് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. ഈ തക്കാളിയും സവാളയും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ വഴറ്റി തക്കാളിയിലെ വെള്ളം വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ഇനി ഉപ്പിടാൻ. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. ഒരു മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കണം. ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. 2 മിനിറ്റ് ശേഷം ഇതാ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടോ. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് ഇതിന്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.